ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 2ാം ക്ലാസ്സിന്റെ സെക്കൻഡ് പാർട്ട് തജ്വീദുൽ ഖുർആനിലെ 6ാമത്തെ സൂറത്തായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ വരുന്നത് സൂറത്തു ത്വാരിഖാണ്. ത്വാരിഖ്. അപ്പോൾ നമുക്ക് ഉസ്താദിന്റെ ഖിറാഅത്ത് കേൾക്കാം, എന്നിട്ട് അതിന്റെ നഖ്റവ് ഭാഗങ്ങളൊക്കെ നോക്കാം. വീഡിയോയിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്തു ത്വാരിഖ്. മതിയല്ലോ? ഓക്കേ. بسم الله الرحمن الرحيم والسماء والطارق وما أدراك ما الطارق النجم الثاقب إن كل نفس لما عليها حافظ فلينظر الإنسان مما خلق من ماء دافق يخرج من بين الصلب والترائب إنه على رجعه لقادر يوم تبلى السرائر فما له من قوة ولا ناصر والسماء ذات الرجع والأرض ذات الصدع إنه لقول فصل وما هو بالهزل إنهم يكيدون كيدا وأكيد كيدا فمهل الكافرين أمهلهم رويدا. اوكي. والسماء والطارق يعني والسماء والطارق وما أدراك ما الطارق. ശരിക്കും ശ്രദ്ധിക്കണം ന്റെ ഉച്ചാരണമൊക്കെ. النجم الثاقب يعني النجم الثاقب إن كل نفس لما عليها حافظ إن كل نفس لما عليها حافظ فلينظر الإنسان مما خلق. കുറേ ആളുകളുണ്ട് മിമ്മ ഖുലിഖ് ഓതുന്ന ആളുകൾ. മിമ്മ ഖുലിഖ് ട്ടോ. ഖുലിഖ മിമ്മ ദാഫിഖ്. ശ്രദ്ധിക്കണേ, ഈ ഖൽഖലത്തിന്റെ ഹർഫുകളെ ഇവിടെയുണ്ട്. يخرج من بين الصلب والترائب إنه على رجعه لقادر يوم تبلى السرائر. ترقيق النرائي അടുത്തതും فما له من قوة ولا ناصر. അടുത്തതോ والسماء ذات الرجع. അവിടെ ആ ഐനിൽ നിർത്തുമ്പോൾ ذات الرجع. والسماءയിലെ മദ് മുത്തസിൽ ശ്രദ്ധിക്കുക. والأرض ذات الصدع ട്ടോ. والأرض ذات الصدع ഐൻ ശ്രദ്ധിക്കണം. അടുത്തതിൽ ശരിക്കും ശ്രദ്ധിക്കണം. إنه لقول فصل. ഫസ്ല് പറ്റുമോ? ഇല്ല. അടുത്ത നോക്കി. وما هو بالهزل. ഹസ്ൽ ചിലരൊക്കെ وما هو بالهزل. ഹസ്ൽ സാന് എന്ത് കൊടുക്കും? റിഹ്വ് കളഞ്ഞു ഓതും. ഹസ്ൽ വേണം. إنهم يكيدون كيدا. അവിടെ അസ്ലിയായ മദ് മതി. കൈദ وأكيد كيدا وأكيد كيدا. ലാസ്റ്റ്
فمهل الكافرين أمهلهم رويدا. ആയത്ത് തീരുന്നു, സൂറത്തിന്റെ ലാസ്റ്റ് ആണ് എന്ന് വിചാരിച്ച് ഫമഹിലിൽ കാഫിരീന അംഹിൽഹും റുവൈദാ, ഒരലിഫിന്റെ ഖദർ വേണ്ടിടത്ത് കുറേ നീട്ടിയിട്ട് പാടില്ല. എങ്ങനെ പിന്നെ വേണം? ഒരലിഫ് മാത്രം. ഫമഹിലിൽ കാഫിരീന അംഹിൽഹും റുവൈദാ സദഖല്ലാഹുൽ അളീം. അല്ലാഹു ഖബൂലാക്കട്ടെ. നമുക്ക് നക്ര ഭാഗം നോക്കാം അടുത്തത്. പിന്നെ എന്താണ് ഇവിടെ വന്നത്? അതിൽ നിന്നുള്ള ഓരോ ചെറിയ വേർഡ്സുകൾ നമുക്ക് ഉച്ചാരണമൊക്കെ മനസ്സിലാക്കി വായിക്കാനാണ്. അപ്പോൾ ഇവിടെ അന്നജുമുസാക്കിബ്, അന്നജുമുസാക്കിബ്. പിന്നെ അലൈഹ ഹാഫിൽ, അലൈഹ ഹാഫിൽ ആവരുത്, അലൈഹ ഹാഫിൽ. മിമ്മ ഖുലിഖ്, മിമ്മ ഖുലിഖ്. അലാ റജ്ഇഹി ലഖാദിർ, അലാ റജ്ഇഹി ലഖാദിർ. ഇനി തർക്കീക്ക് എന്ന് പറഞ്ഞിട്ട് വേണം നമ്മൾ നിർത്താൻ. തുബ്ലസ്സറായിർ, തുബ്ലസ്സറായിർ. ذاتِالصَّدْعِ, ذاتِالصَّدْعِ. ലഖൗലും ഫസ്ൽ, ലഖൗലും ഫസ്ൽ. ബിൽഹസ്ൽ. ഫമഹിലിൽ കാഫിരീൻ അംഹിൽഹും റുവൈദാ, അംഹിൽഹും റുവൈദാ. പിന്നെ നമ്മൾ ഇഖ്ഫ, നൂനിൻ്റെയോ തൻവീനിൻ്റെയോ ശേഷം ഖാഫ് വന്നിട്ട് ഇഖ്ഫ ആയത്. ഇവിടെ മിൻഖുവത്തിൻ ഇഖ്ഫാ ചെയ്യുന്നു, മിൻഖുവത്തിൻ. നൂനിനെ ഇഖ്ഫാ ചെയ്തു. സലാമുൻ ഖൗലൻ തൻവീനെ ഇഖ്ഫാ ചെയ്തു. അൻഖള ഇവിടെ നൂനിനെ ഇഖ്ഫാ ചെയ്തു. അദാബൻ ഖരീബാ തൻവീനെ ഖാഫിലേക്ക്. അപ്പോൾ ഇഖ്ഫാ, ഖാഫ് കൊണ്ട് ഇഖ്ഫാ വന്നത് മനസ്സിലാക്കാം. പിന്നെ നമുക്കിവിടെ ഇഖ്ലാബ്, ഇഖ്ലാബിനെ കുറിച്ചിട്ട് മനസ്സിലാക്കാനുണ്ട്. ഇഖ്ലാബ് നമ്മളിപ്പോൾ ഇഖ്ഫാഇൻ്റെതാണ് കുറേ ആയിട്ട് പറഞ്ഞത്. ഇഖ്ലാബിന് ബാ മാത്രമാണ് അക്ഷരം വരുന്നത്. മറ്റേ നമ്മൾ നൂനിൻ്റെയും തൻവീൻ്റെയും ശേഷം ദാല് വന്നതും സാ വന്നതും താ വന്നതും ഒക്കെ നമ്മൾ പറഞ്ഞു. ഇഖ്ലാബിന് നൂനിൻ്റെയും തൻവീൻ്റെയും ശേഷം ബാ മാത്രമേ വരുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ ആ നൂനിനെയും പിന്നെ തൻവീനിനെയും മീമാക്കി ഉന്നത്ത് ചെയ്യണം. ബാഇൻ്റെ മുമ്പ് വന്ന നൂനിനെയും തൻവീനെയും മീമാക്കി ഉന്നത്ത് ചെയ്യലാണ് ഇഖ്ലാബ്. അപ്പോൾ അവിടെ മിംബൈനി, മിംബൈനി ആ നൂന് നമ്മൾ മീമാക്കുകയാണ്, മിംബൈനി. അപ്പോൾ നൂനിന് സാക്കിനായ നൂനിന് നമുക്കവിടെ ഇഖ്ലാബിൻ്റെ അടയാളം കാണിച്ചു തരികയാണ്, മീമാക്കണം എന്നുള്ളത്. അവിടെ ചെറിയൊരു മീം. തൻവീനിൽ ഒരു ലമ്മ് മീമാക്കി കാണിച്ചു തന്നിട്ടുണ്ട്. ഹില്ലും ബിഹാദ, ഹില്ലും ബിഹാദ. അങ്ങനെ തൻവീനെ മീമാക്കുക. ഇവിടെ എമ്പതന്ന ലയും, ഇവിടെ നൂന് വന്നു, ഈ നൂനെ മീമാക്കി. പിന്നെ എന്താ കിറാമിംബറ, കിറാമിംബറ. അവിടെ മീമിൻ്റെ തൻവീനിനെ മീമാക്കി. അപ്പോൾ അതാണ് ഇഖ്ലാബ്. നൂനിൻ്റെയും തൻവീൻ്റെയും ശേഷം ബാ വരുന്നതാണ് ഇഖ്ലാബ്. അവിടെ മീമാക്കിയിട്ട് ഉന്നത്ത് ചെയ്യണം. ലാഹിൽ വഖഫ് അല്ല ലാം, ലാമിൽ വഖഫ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. ഫസ്ൽ, ഫസ്ൽ, ഫസൽ, ഫസ്ൽ അങ്ങനെ പറയുന്നത് ഫസ്ൽ. പിന്നെ ബിൽ ഹസ്, ബിൽ ഹസ് അങ്ങനെ വേണം ലാമിൽ വഖഫ് ചെയ്യുന്നത്. അപ്പോൾ അത് സുക്കൂന് നൽകിയിട്ട് വഖഫ് ചെയ്യുന്നതാണ് ഇവിടെ മനസ്സിലാക്കിയത്. അടുത്തത് നമ്മളെന്താണ്? നുലാഹിൽ കൽക്കല ബാ, കൽക്കല ബാ കൊണ്ട് കൽക്കല വരുന്നത്. നമ്മൾ മുമ്പ് ജീമ കൊണ്ട് കൽക്കല വരുന്നത് മനസ്സിലാക്കിയിരുന്നു അല്ലേ? അപ്പോൾ കുത്തുബ് ജദ്, കുത്തുബ് ജദ് എന്ന് പറയുന്ന 5 അക്ഷരങ്ങൾ ഖാഫ്, തോ, ബാ, ജീമ്, ദാല്, ഈ 5 അക്ഷരങ്ങളാണ്. ഈ 5 അക്ഷരങ്ങൾ സുക്കൂനോട് കൂടി വരുമ്പോഴാണ് കൽക്കല പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. മുഴക്കത്തോടെ പറയണം ആ അക്ഷരത്തെ. അപ്പോൾ അവിടെ സുക്കൂന് വരുന്നത് മിൻ അബ്വാബിഹ, മിൻ അബ്വാബിഹ, ബ്, അബ് ഒരു മുഴക്കം വരണം, അബ് അങ്ങനെ വരുന്നതാണ് കൽക്കല. അപ്പോൾ ഇവിടെ ബാ വന്നു.
മനസ്സിലായില്ല. ഇവിടെ ബി വരുമ്പോൾ കസറാണ്, അത് വേണ്ട, മനസ്സിലാക്കുക. അടുത്തതാ ഇന്നഹു അവ്വാബ്. ഇവിടെ ബാ വഖഫ് കാരണം സുക്കൂന് വരും, അപ്പോൾ അവിടെ അവ്വാബ് മനസ്സിലാക്കുക. പിന്നെ ഹബിലും 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 ഹബ് ഹബ് ബ്, അവിടെ ഹബിൽ, അവിടെ ബാന് വന്നു. ബാ ആണ് പരിചയപ്പെടുന്നത്, മനസ്സിലാക്കുക. പിന്നെ അവിടെ അല്ലാമുൽ ഉയൂബ്, അല്ലാമുൽ ഉയൂബ് ബാന് വന്നത് കേട്ടോ. അപ്പോൾ അതാണ് കൽക്കല എന്താണെന്ന് മനസ്സിലാക്കുക, അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇവിടെ ഇഖ്ഫാ കബല കാഫ് വന്നതും ഇക്ലാബ് ബാ കൊണ്ട് ഇക്ലാബ് വന്നതും നൂനിൻ്റെയും തൻവീൻ്റെയും ശേഷം കാഫ് കൊണ്ട് ഇക്ലാബ് വന്നതും ബാ ഇനാൽ ബാ ഇക്ലാബിൻ്റെ അക്ഷരം ബാ ഉള്ളൂ, അപ്പോൾ അതുകൊണ്ട് ഇക്ലാബ് വന്നതും നമുക്ക് അടയാളപ്പെടുത്താനാണ്. നമുക്ക് അടയാളപ്പെടുത്താം. നമുക്കിവിടെ വന്നിട്ടുണ്ട് മിമ്പഴുതി, മിമ്പഴുതി എന്ന് നൂനിന് ശേഷം ബാ വന്ന് ഇക്ലാബ് വന്നു. പിന്നെ ഇവിടെ മൂങ്ക, ഇവിടെ നൂനിൻ്റെ ശേഷം വന്ന് ഇഖ്ഫാ വന്നു, അത് യങ്ക യങ്ക, ഇവിടെ നൂനിൻ്റെ ശേഷം കാഫ് വന്നു, അപ്പോൾ അത് മനസ്സിലാക്കുക. അതേപോലെ തന്നെ താഴെതാ യങ്കലിബൂൻ, അവിടെയും ഇഖ്ഫാ വന്നു. പിന്നെ ഇതിംബാഴ്സ, ഇതിംബാഴ്സ എന്ന് പറഞ്ഞിട്ട് ഇവിടെ നൂനിൻ്റെ ശേഷം ബാ വന്നു, ഇക്ലാബ്, ഇക്ലാബാണ്. പിന്നെയോ അപ്പോൾ ഇതൊന്നും അടയാളപ്പെടുത്തിയത് ഞാൻ കഴിഞ്ഞ വർഷത്തിൽ കുട്ടീൻ്റെ വാങ്ങിയതാണ്. അപ്പോൾ ഇതൊന്നും ഇഖ്ഫാ അല്ല, നൂനിൻ്റെ തൻവീൻ്റെ ശേഷം വരണം, മനസ്സിലായില്ല. ഇവിടെ നൂനും തൻവീനൊന്നും ഇല്ല. അടുത്ത എവിടെയാണ്? പിന്നെ ഇവിടെയാണ് വന്നത് ബിദംബിഹിം എന്ന് നമുക്ക് ഇക്ലാബ് വന്നിട്ടുണ്ട്, ഇക്ലാബ്. അപ്പോൾ അത് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ ഇഖ്ഫാ എന്താണെന്നും ഇക്ലാബ് എന്താണെന്നും മനസ്സിലാക്കിയിട്ട് വേണം നൂനിൻ്റെ ശേഷം കാഫ് വന്നത്, തൻവീൻ്റെ ശേഷം കാഫ് വന്നത്, അങ്ങനെയൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം. ഇതുപോലെ എല്ലാ കാഫും അടയാളപ്പെടുത്തി പോയാൽ നമുക്ക് ഇഖ്ഫാ എന്താണ് ഇക്ലാബ് എന്താണെന്നൊന്നും മനസ്സിലാവില്ല. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് ഖുർആൻ പഠിച്ചു പോവുക. നമുക്ക് അടുത്ത വർഷം എന്തായാലും തജ്വീദ് സെപ്പറേറ്റ് പഠിക്കാനുണ്ട് കേട്ടോ. ഇനി കൽക്കല അടയാളപ്പെടുത്താനാണ്. അപ്പോൾ ഇവിടെ സുക്കൂനുള്ള ബാ ആണ് നമ്മൾ അടയാളപ്പെടുത്തേണ്ടത്. ഇവിടെയും എല്ലാ ബാഇനും അടയാളം ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും നിങ്ങൾ നോക്കണ്ട, ഇവിടെ ഞാൻ പറയുന്ന വീഡിയോക്കൊപ്പം മനസ്സിലാക്കിയിട്ട് അടയാളപ്പെടുത്തട്ടാ. അപ്പോൾ നമുക്കിവിടെ സുക്കൂനുള്ള ബാ വഹാബ് എന്ന് വരുമ്പോൾ ഇവിടെ വരും, മനസ്സിലായില്ല, ഇവിടെ വരും. പിന്നെ ഇവിടെ വരുന്നത് സുക്കൂനുള്ള ബാ ഇതാ അസ്ബാബ്, അസ്ബാബ് എന്ന് അവിടെ വരും. പിന്നെ എവിടെയാണ് വരുന്നത് അഹ്സാബ്, അഹ്സാബ് അവിടെ വരും. പിന്നെ എവിടെയാണ് വരുന്നത് കബില, കബില ഇവിടെ വന്നു. പിന്നെ ഹിസാബ്, ഹിസാബ് ഇവിടെ വന്നു. പിന്നെ എവിടെയാണ് അബ്ദന, അബ്ദന ഇവിടെ വന്നു. പിന്നെ അവ്വാബ്, അവ്വാബ് അവിടെ വന്നു. പിന്നെ ഇതിലെവിടെയാണ് വരുന്നത് ഹിസാബ്, ഹിസാബ് അവിടെ വന്നു. ഇനി താഴെയിൽ നോക്കാം, ഇവിടെയൊക്കെ ഫത്തഹാണ്, ഒന്നും വേണ്ട. ലോബ്, ലോബ് അവിടെ ബാ സുക്കൂനുള്ള ബാ വന്നു. പിന്നെ എവിടെയാണ് വരുന്നത് കബുല, ഉറൂബ്, ഉറൂബ് അവിടെ വന്നു. പിന്നെ ഇവിടെ ഒന്നുമില്ല കേട്ടോ. കരീബ്, കരീബ് ഇവിടെയും വന്നു. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ പാഠത്തിൽ മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ എല്ലാം മനസ്സിലാക്കി ഉപകാരപ്പെടുത്തുക. ഇനി എൻ്റെ അടുത്ത് എന്തെങ്കിലും തെറ്റുകളൊക്കെ വരുന്നതിൽ പറയുന്നതിലൊക്കെ മാറിപ്പോകുന്നതോ, വീഡിയോയിൽ പല ഭാഗങ്ങൾ പല സ്ഥലത്തു നിന്ന് കട്ട് ചെയ്തിട്ടാണ് ഇതൊരു വീഡിയോ ആക്കി ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പാകപ്പിഴവുകളൊക്കെ പറ്റാം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കാണുകയാണെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കാം. 82 89 89 29 85 ഈ നമ്പറിൽ മെസ്സേജ് ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നേ ഇട്ട വീഡിയോസൊക്കെ വേണ്ടവരും അതിൽ മെസ്സേജ് ചെയ്യാം, ഉപകാരപ്പെടുത്തുക. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.